ഹലോ അല്ലേ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ കൊതിപ്പിക്കുന്ന ഒരു ഡിഷുമായിട്ടാണ്. ഇപ്പോൾ 50 നോയമ്പിൻ്റെയൊക്കെ കാലമല്ലേ, അപ്പോൾ ഈ ഒരു നോയമ്പെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡിഷ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് ചിക്കൻ ഇല്ലാതെ ചിക്കനെക്കാട്ടിലും ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൈ. അപ്പോൾ വളരെയധികം ഈസി ആയിട്ടുള്ള ഈ ഡിഷ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു അടിപൊളി ഡിഷ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ ആണ്. 2 കോളിഫ്ലവർ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ കോളിഫ്ലവറിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അടർത്തിയെടുക്കുക. അതിനുശേഷം ഈ കോളിഫ്ലവറിനകത്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ കാണും. അതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ ഇതിനെ ചെറുതായിട്ടൊന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമുളക്. ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒനിയനാണ്. അടുത്തതായിട്ട് വേണ്ടത് ഉപ്പ്, മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഉപ്പും മഞ്ഞളും ഇട്ട് കുക്ക് ചെയ്ത് വെച്ച കോളിഫ്ലവർ എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം തന്നെ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്തില്ലെങ്കിൽ കട്ട പിടിക്കും. അതുകൊണ്ട് തന്നെ വേഗം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനിയും ഒരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവേ. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും 5 മിനിറ്റ് വെക്കണം. എന്നാലേ മിക്കവർക്കും അങ്ങനത്തെ ആ ഒരു ഇതില്ല, കാരണം പെട്ടെന്ന് കഴിക്കാനായിരിക്കുമല്ലോ നോക്കുന്നത്. പക്ഷെ 5 മിനിറ്റ് വെക്കണം, എന്നാലേ കുറച്ചും കൂടി അത് പിടിക്കത്തുള്ളൂ, അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. അപ്പൊ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചതിന് ശേഷം ഒരിത്തിരി എണ്ണ ഒഴിച്ച് കടുകിടുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒനിയനും അതേപോലെ തന്നെ പച്ചമുളകും ഇട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇപ്പൊ തന്നെ എല്ലാവരുടെയും വായിൽ നിന്ന് നല്ലപോലെ വെള്ളം വരുന്നുണ്ടല്ലേ. ഇതിന്റെ സ്മെല്ല് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമേ ഉള്ളൊരു സങ്കടം. ഭയങ്കര സ്മെല്ലാണ്, നല്ല ടേസ്റ്റ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണെന്ന്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്.
ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്ന സുന്ദരി കല്യാണ പെണ്ണിനെ പോലെയുള്ള ഈ കോളിഫ്ലവറിന്റെ മേക്ക് ഓവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അടിപൊളി. ആ മസാലേന്റെ ഒക്കെ ടേസ്റ്റും എല്ലാം അതിനകത്ത് നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്. ഈ ചിക്കനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളു, അത്രയ്ക്കും ടേസ്റ്റ്. ഇത് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് അടിപൊളി. എനിക്കിതൊക്കെ പറയാൻ പോലും പറ്റണില്ല, അത്രയ്ക്കും ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കത് ചപ്പാത്തിന്റെ കൂട്ടത്തിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, പറയാനായിട്ട് പറ്റില്ല, അത്രയ്ക്കും അടിപൊളിയാ. അടിപൊളി, നല്ല കിടക്കാച്ചി ടേസ്റ്റ്. ഇത് നമുക്ക് ചപ്പാത്തിന്റെ കൂട്ടത്തിലോ ചോറിന്റെ കൂട്ടത്തിലോ അപ്പത്തിന്റെ കൂട്ടത്തിലോ ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. വളരെയധികം ഈസിയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചാൽ മതിയോ? നമ്മൾ വീട്ടിലും ഇതേപോലെ നല്ല അടിപൊളി ഹോട്ടലിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ഹൈജീനിക് ആയിട്ടാണ് അവരുണ്ടാക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിലും ഇതേപോലത്തെ നല്ല അടിപൊളി ഈസി ആണല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ദൈവമേ, എനിക്കാണെങ്കിൽ പറയാൻ പോലും പറ്റുന്നില്ല. ഇതിന്റെ ആ ഒരു സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ കൂടി വന്നിട്ട് വായിൽ കപ്പലോടാനായിട്ടുള്ള വെള്ളമുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് എന്തായാലും തയ്യാറാക്കി നോക്കണം. കുഞ്ഞു പിള്ളേർക്കും അതേപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. പിന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറൊരു വിഷയമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.